Devamada Arts and Science College basically started functioning during the year 2003-2004 under the visionary guidance and able leadership of Father John Mullakare with 2 undergraduate courses, BSc Chemistry and BSc Physics. Later, BCom with Computer Application and BA English Literature with Journalism were added to the academic stream. Father John Mullakare, our founder manager, was succeeded by Father Anthony Puridam. Then came Reverend Dr. Maniyaten, and now the present manager is Reverend Dr. Thomas Melvins. He is a very good administrator and he is doing all the best for the uplifting of this institution. Later, BCom Corporation, we started in 2009. Then in 2010, we started BBA. And in 2010, we started BCA. And this year, we started MCom. That is the first PG course in this institution. Now, we are expecting government order and affiliation from Kannur University for MSc Physics and MA English Literature. And I am proud to say that throughout the years we have maintained a very good academic standards in the institution. For every year we got about 90% results, and last year we got 100% result in BA English, BSc Chemistry, BSc Physics, and about 90% in other courses, especially in BCom Computer Application and BCom Corporation. And our founder principal was
ജനങ്ങൾ തന്നെ മുൻകൈയെടുത്ത് എഡ്യൂക്കേഷൻ ട്രസ്റ്റ് എന്ന പേരിൽ ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് ആ കാലഘട്ടത്തിലെ വികാരിച്ചനായിരുന്ന വിലക്കരച്ചിലെ ക്ഷീണമായ പ്രയത്നമായിട്ട് കോളേജ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 10 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ തുടങ്ങി. പിന്നീട് വന്ന വികാരിച്ചന്മാർ ഒരിടത്തച്ഛൻ്റെയും അതുപോലെ തന്നെ മാണി അട്ടലച്ഛൻ്റെയും ഇപ്പോഴത്തെ വികാരിയച്ഛൻ്റെ എൻ്റെ കാലഘട്ടത്തിലും ഇത് വളർച്ചയുടെ പാതയിൽ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതിന് പിറകിൽ ഈ ജനത്തിൻ്റെ പൂർണ്ണമായ ഒരു സപ്പോർട്ടുണ്ട്. ഒപ്പം തന്നെ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതമായിട്ട് എല്ലാവർക്കും വിദ്യ കൊടുക്കുക എന്നുള്ള ജനത്തിൻ്റെ വലിയ താല്പര്യം മുൻനിർത്തിക്കൊണ്ടുള്ള നല്ല ഒരു സംവിധാനം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നല്ല അധ്യാപകരും നല്ല കുട്ടികളുടെയുമുള്ള സഹകരണം. അതുകൊണ്ട് തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും നല്ല റിസൾട്ടുകൾ 100% റിസൾട്ടുകൾ ഇപ്പോൾ നമുക്ക് ഇവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റി കീഴിലുള്ള വിശ്വാസ കോളേജിൽ ലഭ്യമാണ്. ഒരു സ്ഥാപനം എന്ന നിലയിൽ വളരെയേറെ കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു സ്ഥാപനമാണിത്. ഈ വർഷം തന്നെ പുതിയൊരു കെട്ടിടം കോളേജിന് വേണ്ടി പൂർത്തിയാക്കാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ ലാബിൻ്റെ സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പുതിയ ഒരു കമ്പ്യൂട്ടർ ലാബ് ഇവിടെ പുതിയ കെട്ടിടത്തിൽ തുടങ്ങാനായി. അതോടൊപ്പം വളർന്നു വരുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ കുട്ടികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് മാനേജ്മെൻറ്റ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത വർഷം ഒരു കെട്ടിടവും കൂടി പണിയുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതുപോലെ 2 പുതിയ കോഴ്സുകൾക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, 2 PG കോഴ്സുകൾക്ക്. അതോടുകൂടി ഈ കോളേജ് കുറേ കൂടി മികച്ച ഒരു നിലവാരത്തിലേക്ക് എത്തുന്നു. മലയോര മേഖലയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട്
കോളേജിൽ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്ലേസ്മെന്റ് സെല്ലുണ്ട്. നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ടോമിച്ചൻ എം സാറിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പ്ലേസ്മെന്റ് സെല്ല് വഴിയായിട്ട് ഇവിടെ ബാംഗ്ലൂർ, ചെന്നൈ, മുംബൈ, കൊൽക്കത്ത ബേസ്ഡായിട്ടുള്ള ഒത്തിരിയധികം കമ്പനികൾ വരികയും ഇവിടുത്തെ ടാലന്റഡായ കുട്ടികളെ അവരുടെ കമ്പനിയിലേക്ക് സെലക്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇക്കൊല്ലം നടന്ന ഇക്കൊല്ലം ബാംഗ്ലൂർ കോശിസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് നടന്ന ഒരു ലീപ് ഇന്റർനാഷണലിന്റെ ഒരു ക്യാമ്പസ് പ്ലേസ്മെന്റിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ അവസരം കിട്ടുകയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുറേയധികം വിദ്യാർത്ഥികൾക്ക് വിവിധ കമ്പനികളിലേക്ക്, മൾട്ടിനാഷണൽ കമ്പനികളിലേക്ക് ജോലി കിട്ടുകയുണ്ടായി. സേവനമാണ് ജീവിതത്തിൻ്റെ അന്തിമ ലക്ഷ്യം എന്ന വസ്തുത മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോളേജിൽ ഒന്ന് തന്നെയാണ് ഈ കോളേജ്. ഇതിൻ്റെ മാനേജ്മെൻറ്റും അധ്യാപകരും അതുപോലെ വിദ്യാർത്ഥികളുമെല്ലാം ജീവിതത്തിൻ്റെ അർത്ഥം പൂർണ്ണമായ രീതിയിൽ പഠിച്ച് മനസ്സിലാക്കി ഈ ജീവിതത്തെ കൊണ്ട് സാർത്ഥകമായ ഈ ജീവിതത്തെ കൊണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ആരംഭിച്ച കാലം മുതൽക്ക് തന്നെ റിസൾട്ടിൻ്റെ കാര്യത്തിലൊക്കെ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കോളേജുകളിൽ ഒന്നായി ഈ കോളേജ് പ്രവർത്തിക്കുമ്പോഴും എന്തെങ്കിലും ഒരു പ്രത്യേകത, ഒരു പുതുമ ഇവിടെ നിന്നും ലഭിക്കും എന്ന പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ വളരെ പൂർണ്ണമായ അർത്ഥത്തിൽ ഞങ്ങൾക്കത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയണമെങ്കിൽ കുറേ കൂടി വാച്ച് ചെയ്യാം. പക്ഷെ എന്നാൽ പോലും അതിൻ്റെ പരിശ്രമത്തിൽ വലിയ നാഴികക്കല്ലുകൾ ഈ കോളേജ് പിന്നിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇതിൻ്റെ അകത്ത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിദ്യാർത്ഥികളൊക്കെ വളരെ സത്യസന്ധരായ വിദ്യാർത്ഥികളാണ്. കാരണം ദൈവികമായ ഒരു മുന്നേറ്റത്തിൽ ഈ പ്രദേശത്തിൻ്റെയൊക്കെ ഒഴുക്കിൽ ഈ കുട്ടികളെല്ലാവരും അതിൽ ഭാഗവാക്കായി, കണ്ണികളായി പോകുന്നു എന്നുള്ളതാണ്.